കടയിൽ കിട്ടാൻ അടിപൊളിയായിരുന്നല്ലേ? കടിക്കാൻ തന്നെ ഒരു സമയം എടുത്തു. ഹലോ മച്ചാൻസ്, സിം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ ഒരു ബിഗ്ഗസ്റ്റ് ചിക്കൻ സാൻഡ്വിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് നമ്മുടെ സ്ലൈസ്ഡ് അല്ല, ഫുൾ റൊട്ടിയാണ്. ഇത് നമ്മൾ ബോർമേ പറഞ്ഞ് ചെയ്യിപ്പിച്ച സാധനമാണ്. അപ്പം ഇത് ജസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് രണ്ടായിട്ട് മുറിക്കാം. ഒത്തിരിയായിട്ട് മുറിക്കുന്നില്ല, ജസ്റ്റ് രണ്ടൊരു ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കിത് ഫില്ല് ചെയ്യുമ്പോൾ അപ്പുറത്തൂടെ കറങ്ങി ഇത് ഫില്ലായി തെറിച്ച് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര മാത്രമേ മുറിക്കുന്നുള്ളൂ. ഇത് ജസ്റ്റ് എന്നിട്ട് ഇത് ബോയിൽ ചെയ്യാൻ പോവുകയാണ് നമ്മൾ രണ്ടെണ്ണം കൂടെ. അതിന് മുന്നേ നമ്മൾ സാലഡ് എണ്ണം ഉണ്ടാക്കാൻ പോകും. സാലഡ് അതിനകത്ത് അതിൻ്റെ അകത്ത് വേണ്ടത് ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, പിന്നെ ക്യാബേജ്, കുരുമുളക് പൊടി, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. വേസ്റ്റൊക്കെ നമുക്ക് കളയാം. ക്യാരറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ക്യാപ്സിക്കനാണ്. ക്യാപ്സിക്കനും നമുക്ക് കുനുകുനാന്ന് അരിയാം. ഗേസ്, അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതേ ഉള്ളൂ റൗണ്ടായിട്ട്. പക്ഷേ റൗണ്ടായിട്ട് വേണ്ട, നമുക്കിങ്ങനെ കുനുകുന അരിയുന്നതാണ് നമ്മുടെ സാൻഡ്വിച്ചിന് നല്ലത്. അടുത്തത് ഇത് അരിഞ്ഞേക്കാം. അങ്ങനെ ക്യാപ്സിക്കം അരിഞ്ഞിരിക്കണം. അടുത്ത് നമുക്ക് തക്കാളി എടുക്കാം. തക്കാളി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതും കുനുകുനാന്ന് അരിയാൻ കേട്ടോ. പക്ഷേ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല, അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഇനി അടുത്തത് ക്യാബേജാണ്. ക്യാബേജ് നമ്മൾ ഓൾറെഡി അരിഞ്ഞുകൊണ്ട് വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് അരിയാൻ പോകുന്നില്ല, ജസ്റ്റ് ക്യാബേജുകളുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ട്. ചിക്കൻ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകണം. അതും കുനുകുന എന്നാണ് കട്ട് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അജിൽ നമ്മുടെ റൊട്ടി നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ബോയിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ വെന്തത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഞാൻ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. എൻ്റെ കൂടെ ഇവിടെ വീട്ടിലിപ്പോൾ ഇവിടെ വെച്ച് അങ്ങനെ നമുക്ക് മയോണൈസ് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. പിന്നെ ക്യാബേജ് ഉണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഫില്ലിംഗ് പരിപാടിയിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫില്ലിങ്ങിലേക്ക് പോകാം. ഞാൻ ചെയ്യുന്ന പോരാഞ്ഞിട്ട് അതിൻ്റെ അളവ് തെറ്റാണെന്നും പറഞ്ഞത് ഒരാൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വേറൊന്നുമല്ല, നമ്മുടെ അനിയൻ തന്നെയാണ്. ക്യാരറ്റ് 2 സെൻറ്റിമീറ്റർ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് വെച്ചിട്ടാണ് അവൻ അരിയുന്നത്. അളവൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത് വേണ്ടേ? ഇപ്പോൾ ക്ലോസ് വെക്കാം. ക്ലോസ് വെക്കാം. ഗൈസ്, അപ്പോൾ അവൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പരിപാടി കാണിച്ചാൽ, നമ്മുടെ മമ്മൂട്ടിയുടെ പടമില്ലേ ടെർബോയിലെ വില്ലനെ കണ്ടിട്ടുണ്ടോ? ഏകദേശം ഇതിൻ്റെ ഇതേപോലേക്ക് ഫോക്കസ് ആയിട്ടില്ല, ഉണ്ടോ? നിഷ്കളങ്കനായിട്ട്. അല്ലാതെ തൊപ്പിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് അവനെ പോലെ തന്നെ, ആ പുള്ളിക്കാരനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെയും ബാക്കിയൊക്കെ നമുക്ക് പിന്നെയും പരിപാടിയിലേക്ക് പോകാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ മിക്സിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മുടെ റൊട്ടിക്കൂട്ടനെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് ഫില്ല് ചെയ്യാം. പറഞ്ഞ പോലെയൊക്കെയല്ല, നമ്മൾ നല്ലപോലെ ഇതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മുടെ സാലഡെല്ലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പം നമ്മൾ വെജിറ്റബിൾ ആദ്യം ഒരെണ്ണം കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തതിനകത്ത് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ കൊണ്ടുവന്ന മറ്റേ ക്യാബേജ് അരിഞ്ഞതും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇനിയാണ് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മെയിൻ സാധനം, മണക്കൂസ് മയോണൈസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മതി. എല്ലാം കൂടെ ഒരുമിച്ച് അറ്റ് എ ടൈമിലൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ചിക്കൻ പൊളിയാനുണ്ട് കേട്ടോ, ഒത്തിരി കട്ടിയായിട്ട് കിടപ്പുണ്ട്. അത് കിട്ടുന്നവൻ ഭാഗ്യവാൻ. ഞാൻ തന്നെയാണല്ലോ തിന്നുന്നത്, അത് പിന്നെ കുഴപ്പമില്ലായിരിക്കും. ബാക്കിയൂടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് റൊട്ടി എടുക്കാം. റൊട്ടിയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ മയോണൈസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മെയിൻ സാധനമാണ് ഉപ്പ് അധികമാവരുത്, ആവശ്യത്തിന് ഇടാവുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കാം. നമ്മുടെ ഫുൾ സാലഡ് നമ്മൾ ഇന്നലെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഇത് മൊത്തം കൊണ്ടുപോയി ആ കടക്കാരനെ കൊണ്ട് കാണിക്കണം. എനിക്ക് ഡെക്കറേഷൻ അത് തന്നെ ഡെക്കറേഷൻ ചെയ്യാൻ നോക്ക്. ഇത് കാണുമ്പോൾ തന്നെ ഇത് 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 കടയിൽ കിട്ടാൻ അടിപൊളിയായിരുന്നല്ലേ. നമ്മൾ
കടിക്കാൻ തന്നെ ഒരു സമയം എടുക്കും ഗൈസ്. അപ്പോൾ ഇതാണ് സംഭവം, നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് ചിക്കൻ സാൻഡ്വിച്ച്. ഇതിൻ്റെ നീളം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഞാൻ ജസ്റ്റ് ഒരു കൈയുടെ അളവ് വെച്ച് കാണിക്കാം. ഒരു ഉണ്ടോ ഈ ഒരു അളവ് ഇത്ര ഉണ്ട്, ഇവിടം തൊട്ട് ജസ്റ്റ് ഇവിടം വരെയുള്ള ഒരു അളവാണ്. ഇത് മൊത്തത്തിലൊന്നും ഇങ്ങനെ വെച്ച് കഴിക്കാനായിരുന്നു ഞാൻ ആലോചിച്ചത്. പിന്നെ ഇമാരെ കൂടെ നിൽക്കുന്നവന്മാരെല്ലാം കൊതി ഇടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ലാസ്റ്റ് അമ്മയ്ക്കൊരു പീസ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞ് ഒരെണ്ണം കൊണ്ടുവരണേടാ മക്കളെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല. ഞാൻ നമുക്ക് പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് കഴിക്കുക, എല്ലാവരും സന്തോഷിക്കട്ടെ. ഒരു പീസ് എടുക്കുകയാണേ, എടുത്തിട്ട് കഴിച്ച് നോക്കട്ടെ. പിന്നെ സംസാരിക്കാനും പറ്റുന്നില്ല, മഴയും വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാനായിട്ട് പറയുമല്ല കേട്ടോ, അടിപൊളി സാധനം. കാരണം ആ സാലഡും ചിക്കനും കൂടെ കയറിയപ്പോൾ ഉണ്ടല്ലോ, സംഭവം സൂപ്പറായിട്ടുണ്ട്. ആണോ? അങ്ങനെ അജില് കഴിക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് പറ എന്താ. ആ ഗ്യാപ്പി വന്ന് കഴിക്കുകയാണ് ക്യാമറമാൻ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? ജാലിയൻവാല ബാക്കി കളഞ്ഞോ. ഇത് ഉണ്ടാവും നടത്തില്ല. അടിപൊളി മഴയും വരുന്നുണ്ട്. പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, അതിൻ്റെ കൂട്ടത്തിൽ നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ മണിബെല്ലും കൂടെ അടിച്ചു പിടിച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.